ഹരേ കൃഷ്ണ. അങ്ങനെ ലങ്കാദഹനം കഴിഞ്ഞു. ലങ്കാനഗരത്തിൽ 200 യോജന വിസ്താരത്തിൽ തീ പടർന്നു. വിഭീഷണ പത്നിയായ സരമ വിവരങ്ങളൊക്കെ സീതാദേവിയോട് പറഞ്ഞു. വാനരനെ ബന്ധിച്ചു. അവൻ രാജാവിനോട് ധിക്കാരം പറഞ്ഞു. വാലിൽ തീ കൊടുത്തു. ഹനുമാൻ ആ അഗ്നി ലങ്കാനഗരത്തിലെ വീടുകൾക്ക് കൊടുത്തു. പക്ഷേ ഹനുമാന് പൊള്ളലേറ്റില്ല. ഇങ്ങനെ പറഞ്ഞിരിക്കെ ഹനുമാൻ സീതാസന്നിധിയിൽ വീണ്ടും വന്നു. കടലിൽ ചെന്ന് വാൽ വെള്ളത്തിൽ മുക്കി. എന്നിട്ടും തീ അണഞ്ഞില്ല. ഹനുമാൻ കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, അമ്മ ജാനകി, എന്താണിത്? തീ അണയുന്നില്ലല്ലോ, അതെങ്ങനെയാണ് കെടുത്തേണ്ടത്? സീത പറഞ്ഞു, മുഖാമൃതം നൽകിയാൽ തീ കെട്ടുകൊള്ളും. അതുകേട്ട് ഹനുമാൻ കത്തുന്ന വാൽ വായ്ക്കകത്തേക്ക് കടത്തി. തീ കെട്ടു. എന്നാൽ മുഖം പൊള്ളി. സാഗരജലത്തിൽ പൊള്ളിയ മുഖം കണ്ടു. വേദനയോടെ സീതാസവിധത്തിൽ എത്തി. അമ്മയുടെ കാര്യത്തിനായി ഇറങ്ങിയ എൻ്റെ മുഖം പൊള്ളിയല്ലോ. വാനരജാതികൾ എന്നെ പരിഹസിക്കും, അതാണ് സങ്കടം. ആരും കളിയാക്കില്ല. എല്ലാ വാനരന്മാരുടെയും മുഖം പൊള്ളി രോമം ഇല്ലാതാകും. എന്നാൽ ഞാൻ പോയി വരട്ടെ, ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെല്ലാം. സീതാദേവി സ്നേഹത്തോടെ പറഞ്ഞു, കുറച്ചു കാലം ഇവിടെ ഒളിച്ചു കഴിയുക, എനിക്ക് നിന്നെ കാണാമല്ലോ. അമ്മേ, ഇപ്പോഴങ്ങനെ പറയരുത്. ഞാൻ രാമലക്ഷ്മണന്മാരുടെ അടുത്ത് ചെല്ലട്ടെ. വൈകിയാൽ എൻ്റെ ഉദ്ദേശം നടക്കുകയില്ല. ഞാൻ പോയാൽ സുഗ്രീവൻ വരും, നിരവധി വാനരന്മാർ വരും. എൻ്റെ പുറത്തു കയറി രാമനും ലക്ഷ്മണനും വരും. കേൾക്കട്ടെ ഹനുമാൻ, നിന്നെ പോലെ എത്ര വീരന്മാർ അവിടെയുണ്ട്? ഹനുമാൻ ആ ചോദ്യം കേട്ട് ചിരിച്ചു. എന്നേക്കാൾ അധികം വീരന്മാർ വളരെ പേരുണ്ടമ്മേ. എന്നേക്കാൾ ചെറുതായി ആരും തന്നെ സുഗ്രീവ പക്ഷത്ത് ഇല്ല. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ശ്രീരാമചന്ദ്രനോടൊപ്പം 20 കോടി സേനാപതിമാർ ഇവിടെ വരും. ഇനി ഒട്ടും വൈകാതെ അവിടുന്ന് പട്ടമഹർഷിയാകും. ദുഃഖങ്ങൾ അവസാനിക്കും. ഹനുമാൻ അവിടുത്തെ തൃപ്പാദ സേവകനാണ്. രാവണൻ ശ്രീരാമൻ്റെ കയ്യാൽ മരണം വരിക്കും. ശുഭസമയത്ത് ലക്ഷ്മണനും സുഗ്രീവനുമൊത്ത് രാമനാരായണൻ ലങ്കാപുരിയെ ജയിക്കും. കൈകൂപ്പിക്കൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ജനകനന്ദിനി, ഒട്ടും ഭയപ്പെടരുത്. ഈ വിധം ഹനുമാൻ സീതാദേവിയെ ആശ്വസിപ്പിച്ചു. സീതയുടെ ചൂടാരത്നവും രാമനുള്ള സന്ദേശവും കൊണ്ട് ഹനുമാൻ മടങ്ങി. ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിലെത്തി. പർവ്വതത്തെ വന്ദിച്ചു. നിമിഷാർത്ഥം കൊണ്ട് പർവ്വത ശൃംഗത്തിലെത്തിയ ഹനുമാനെ കാണാൻ വാനരന്മാർ ഓടിക്കൂടി. ധന്യനായി പവനനന്ദനൻ എന്ന് പ്രശംസിച്ചു. ഹനുമാൻ ആദ്യം തന്നെ യുവരാജാവ് അംഗദനെ വന്ദിച്ചു. പിന്നെ ജാംബവാൻ തുടങ്ങി എല്ലാവരെയും വന്ദിച്ചു. എല്ലാവരും വീരഹനുമാന്റെ ചുറ്റും കൂടി വിശേഷങ്ങൾ തിരക്കി. വിസ്തരിച്ചു തന്നെ ഹനുമാൻ എല്ലാ വിശേഷങ്ങളും എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. അംഗദനും വാനരന്മാരും കൂടെ വീരഹനുമാനും ശ്രീരാമൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. പർവ്വതാകാരനായ ഹനുമാനെ വളരെ അകലെ വെച്ചു തന്നെ ശ്രീരാമൻ കണ്ടു. ഇരിക്കുകയായിരുന്നു. എഴുന്നേറ്റു. എന്തു വാർത്തയാകും കൊണ്ടുവരുമെന്ന് അനുമാനിച്ചു. എല്ലാ കാര്യങ്ങളും സാധിക്കും, അങ്ങയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. ഹനുമാൻ വിവരങ്ങൾ പറഞ്ഞു. വാനരന്മാരെല്ലാം അതിൽ പങ്കുചേർന്ന് കൈകൂപ്പി നിന്നു. കണ്ടു പ്രഭോ, ലങ്കയിലെ അശോകവനികയിൽ ഞാൻ സീതാദേവിയെ കണ്ടു. എല്ലാം വിസ്തരിച്ചു പറയാം. ഒരു 100 യോജന വിസ്താരമുള്ള സാഗരം കഷ്ടപ്പെട്ട് കടന്നു. രാത്രിയിൽ ഇരുട്ടത്താണ് ലങ്കയിൽ എത്തിയത്. രാജാവിൻ്റെ അന്തഃപുരത്തിൽ കണ്ടില്ല. വീടു തോറും തെരഞ്ഞു. ദുഃഖം സഹിക്കാതെ വളരെ നേരം കരഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അശോകവനി കണ്ടത്. രാത്രിയുടെ 3-ാം യാമം. സൂര്യകിരണം പോലെ പ്രഭ ചൊരിയുന്ന അശോകവനിക. ആ ഉദ്യാന മധ്യത്തിൽ ഞാൻ ദേവിയെ കണ്ടു. അതേ സമയത്ത് രാവണൻ അങ്ങോട്ട് വന്നു. ദേവകന്യകമാരോടൊത്ത് വിദ്യാധാരികളോടൊത്താണ് രാവണൻ വന്നത്. രാവണൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ ഞാൻ മരക്കൊമ്പിൽ മറഞ്ഞിരുന്നു. രാവണൻ പലതരത്തിൽ സ്തുതിച്ചതൊന്നും ജാനകീദേവി ചെവിക്കൊണ്ടില്ല. അങ്ങയിലല്ലാതെ മറ്റാരിലും ദേവിക്ക് മനസ്സ് ചെല്ലുകയില്ല.
രാവണൻ വെട്ടാനായി വാളോങ്ങി. ദേവി ഒരു കുലുക്കവുമില്ലാതെ പറഞ്ഞു, മരിച്ചു കൊള്ളാം, പക്ഷേ രാമചരണങ്ങളിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും ദേവി പോകില്ല. സീതയുടെ വചനം കേട്ട് ക്രുദ്ധനായ രാവണൻ വിരൂപകളും ക്രൂരകളുമായ ദാസിമാരെ വിളിച്ചുകൊണ്ടുവന്നു സീതയെ ചൂരൽ വടി കൊണ്ടടിക്കാൻ നിയോഗിച്ചു. എന്നിട്ട് അന്തഃപുരത്തിലേക്ക് പോയി. അവർ പലതരത്തിലും ദേവിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. അതൊന്നും ഒരു തരത്തിലും ദേവി കേട്ടില്ല. അപ്പോൾ ത്രിജടാരാക്ഷസി രാത്രിയിൽ കണ്ട ഒരു സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു. സീതയ്ക്ക് മംഗളമുണ്ടാകുമെന്ന് വിചാരിക്കുന്നവളാണ് ത്രിജട. ത്രിജടയുടെ സ്വപ്നത്തെപ്പറ്റി കേൾക്കാനായി എല്ലാവരും അങ്ങോട്ടേക്ക് പോയ തക്കം നോക്കി മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദേവിയോട് സംസാരിച്ചു. എവിടെ നിന്ന് വരുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സുഗ്രീവ സഖ്യത്തിന്റെ വിവരണങ്ങളെല്ലാം പറഞ്ഞു. അങ്ങയുടെ മോതിരം ദേവിയെ കാണിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും വിവരിച്ചു. ദേവിയെ കണ്ട് തിരിച്ചു പോരുമ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു വിക്രമം കാണിക്കണമെന്ന്. മനോഹരമായ അമൃതവനം തകർത്തു. കാവൽക്കാരായ കോടി കോടി രാക്ഷസന്മാരെ കൊന്നു. രാവണന്റെ സേനാപതിമാർ വന്ന് പിടിച്ചു. അവരെ ഞാൻ വധിച്ചു. അക്ഷകുമാരനെയും സൈന്യത്തെയും വധിച്ചു. ഇന്ദ്രജിത്ത് വന്നു. 15 നാഴിക ഇന്ദ്രജിത്തിനോട് യുദ്ധം ചെയ്തു. ബ്രഹ്മപാശം കൊണ്ട് ഇന്ദ്രജിത്ത് എന്നെ ബന്ധിച്ചു രാവണന്റെ മുമ്പിൽ കൊണ്ടുപോയി. രാവണനോട് ഞാൻ കണക്കിന് ധിക്കാരം പറഞ്ഞു. എന്നെ വെട്ടിക്കൊല്ലാൻ കൽപ്പന കൊടുത്തു. അപ്പോൾ അനുജൻ വിഭീഷണൻ അത് തടഞ്ഞു. അങ്ങനെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. എൻ്റെ വാല് പൊള്ളിക്കാൻ ഉത്തരവായി. വാലിന് തീ കൊടുത്തു. ഞാൻ ആ അഗ്നി തന്നെ ലങ്കയിലെ വീടുകൾക്കെല്ലാം പകർന്നു കൊടുത്തു. നെടുകയും കുറുകയും നടന്ന് ലങ്ക ചുട്ടു. എന്തുമാത്രം കനൽ, എന്തുമാത്രം ചാരം! അമ്മ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണുമെന്ന്. അപ്പോഴേക്കും ഞാൻ വീണ്ടും തിരുമുമ്പിൽ ചെന്നു. എന്നെ കണ്ട് അമ്മയ്ക്ക് സന്തോഷമായി. എല്ലാ കാര്യവും സാധിച്ചാണ് വന്നിരിക്കുന്നത്. ജാനകി വിരഹദുഃഖം കൊണ്ട് മേഘത്തിനടിയിൽപ്പെട്ട ചന്ദ്രനെ പോലെ മ്ലാനയായും മലിനയായും ഇരിക്കുന്നു. അലസന്റെ വിദ്യ പോലെ അമ്മയുടെ ശരീരം ദിനം പ്രതി ക്ഷീണിച്ചു വരുന്നു. ഞാൻ കേട്ടതും കണ്ടതും മുഴുവൻ അവിടുത്തോട് പറഞ്ഞു. കണ്ടാലും ദേവി തന്നയച്ച ചൂടാരത്നം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് രത്നം രാമന്റെ കയ്യിൽ കൊടുത്തു. ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, രത്നം തന്നുകൊണ്ട് ദേവി എന്തു പറഞ്ഞു? ഹനുമാൻ പറഞ്ഞു, പ്രഭോ, ജനകനന്ദിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുറച്ചു നേരം വിശ്രമിക്കൂ രത്നമേ, നീയും ഞാനും സഹോദരിമാരല്ലേ. ജനകരാജൻ വിവാഹ സമയത്ത് മോതിരത്തെയും എന്നെയും രാമന് സമർപ്പിച്ചു. നമ്മൾ ഒന്നിച്ചു, രാമനിൽ ജീവിച്ചു. നീ ജ്യേഷ്ഠത്തിയാണെന്ന് പറഞ്ഞു. നിന്നെ എൻ്റെ ശിരസിൽ അണിയിച്ചു. നിന്നെ കണ്ടാൽ രാമന് സന്തോഷമാകും. അതിനാൽ നിന്നെ അങ്ങോട്ടയക്കുന്നു. ജനകപുത്രിയായ ഞാൻ ഈ രാക്ഷസ ഭവനത്തിൽ ദുർഗതി അനുഭവിക്കുന്നു. ഈ ലങ്കാപുരത്തിൽ ഞാൻ എത്ര കഷ്ടതകൾ സഹിച്ചാണ് ജീവിക്കുന്നത് എന്ന് നീ രാമനോട് പറയണം. അതുപോലെ ഒരു കാകൻ്റെ കഥ, ആ കഥയും പറയണമെന്ന് പറഞ്ഞു. ആ കഥ വിസ്തരിച്ച് ഹനുമാൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കമലലോചനൻ രാമൻ വിലപിക്കാൻ തുടങ്ങി. രാമന്റെ ദുഃഖം കണ്ട് വാനരന്മാരും കരഞ്ഞു. ഹനുമാൻ, കേട്ടാലും നിന്നെപ്പോലെ ഒരു വീരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് സാഗരം കടന്നത്? എങ്ങനെയാണ് ലങ്കയിൽ സഞ്ചരിച്ചത്? എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. രാമൻ ഇപ്രകാരം വീരഹനുമാനോട് ചോദിച്ചു. അത് കേട്ട് ഹനുമാൻ വിനയാന്വിതനായി പറഞ്ഞു, അവിടുന്ന് ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് പിന്നെ എന്തു ഭയം? ഹരേ കൃഷ്ണ. അങ്ങയുടെ പാദവും സീതാമാതാവിൻ്റെ പാദവും പവനപിതാവിൻ്റെ പാദവും എൻ്റെ ഹൃദയത്തിലുണ്ട്. അതാണ് എൻ്റെ പരമസമ്പത്ത്. ഈ 3 പാദങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ സാഗരം കടന്നു. പാപിയായ സുരസ വന്നു. തിരുനാമം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവരുടെ ഉദരത്തിൽ ഞാൻ കടന്നു. വീണ്ടും പുറത്തു വന്നു. തിരുനാമം ഉച്ചരിച്ചു. എല്ലാം അവിടുത്തെ ദിവ്യലീലകളല്ലേ? സിംഹികയും അതുപോലെ തന്നെ എന്നെ വിഴുങ്ങാൻ വന്നു. വീണ്ടും അവളുടെ വയറ്റിൽ ഞാൻ കടന്നു. പ്രഭോ, ആപത്തിലും സമ്പത്തിലും ഞാൻ അവിടുത്തെ തിരുനാമങ്ങൾ സ്മരിക്കുന്നു. അങ്ങയുടെ കോപവും സീതാമാതാവിൻ്റെ ശ്വാസവും രണ്ടും കൂടി ലങ്കാപുരിയെ ഉണക്കച്ചുള്ളി പോലെ കത്തിച്ചു കളഞ്ഞു. ഈ ഹനുമാൻ ഒരു നിമിത്തം മാത്രം. അങ്ങയുടെ കോപക്കനലിൽ വീണവന് പിന്നെ ത്രിലോകങ്ങളിൽ ഒരിടത്തു നിന്നും ഒരു രക്ഷയും കിട്ടുകയില്ല. തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് പരമപദം നൽകണേ പ്രഭു. ഹരേ കൃഷ്ണ.
ജാതിയിൽ ഞാൻ വാനരൻ, മൃഗം. മൃഗങ്ങൾക്ക് ഹിതാഹിതം അറിയില്ല. അവിടുന്നാണ് എൻ്റെ ആശ്രയം. തൃപ്പാദങ്ങളിൽ എൻ്റെ മനസ്സ് അർപ്പിക്കട്ടെ. ദുർബലനായ ഹനുമാന്റെ ഒരു ബലം അവിടുന്നാണ്. മറ്റാരും എനിക്ക് ആശ്രയമില്ല. പിതാവും മാതാവും എല്ലാം അവിടുന്നാണ്. ഹനുമാന്റെ പരമഭാഗ്യമാണ് തൃപ്പാദങ്ങളിൽ ആശ്രയം തന്നത്. അവിടുന്നാണ് ബുദ്ധിയും ബലവും ആശ്രയവും വിശ്വാസവും എല്ലാം. അങ്ങില്ലാതെ ഒന്നും ചെയ്യാൻ ഈ ഉള്ളവന് ആശയില്ല. ഈ ദുർബലന്റെ ഹൃദയത്തെ അവിടുത്തെ പ്രതിരൂപങ്ങൾ വയ്ക്കാനുള്ള ഒരു പീഠമായി സ്വീകരിക്കണേ. രാമൻ സീത രണ്ടുപേരെയും ഒന്നിപ്പിച്ച് എൻ്റെ ഹൃദയപീഠത്തിൽ വെക്കണം. ശാസ്ത്രത്തിൽ മോക്ഷം വിശിഷ്ടമാണെന്ന് പറയും. എന്നാൽ മോക്ഷം പ്രാപിച്ച് ഭഗവാനും ഞാനും ഒന്നായി തീർന്നാൽ ഹനുമാൻ അവിടുത്തെ എങ്ങനെ പൂജിക്കും? ശ്രീരാമൻ ഹനുമാന്റെ പ്രഭു. ഹനുമാന്റെ ഈ വിശ്വാസം എപ്പോഴും നിലനിൽക്കട്ടെ. അവിടുന്ന് പ്രഭു, ഈ ഉള്ളവൻ അടിയൻ. ഈ ബന്ധം എന്നും നിലനിർത്തി തരേണമേ. ഇപ്രകാരം പറഞ്ഞ് ഹനുമാൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു. ഇതുകേട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ധന്യരിൽ ധന്യനായ ഹനുമാൻ, ത്രിലോകത്തിലും നിന്നെപ്പോലെ ഒരു വീരനില്ല. നിന്റെ വിക്രമത്തിൽ ഞാൻ അമ്പരന്നിരിക്കുകയാണ്. ഞാൻ നിനക്കെന്തു തരാൻ? ഞാൻ തന്നെ നിന്റേതാണ്. മറ്റൊരു പ്രസാദം ആലിംഗനമാണ്, അതെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം തോൾ കാട്ടിക്കൊടുത്തു. പവനപുത്രന്റെ വാക്കുകേട്ട് ഹർഷത്തോടെ ശുഭയാത്രയ്ക്ക് ഒരുങ്ങി. ശുഭലക്ഷണങ്ങളും ശുഭഫലവും ഗണിച്ചെടുത്തു. ഉത്തര ഫാൽഗുനത്തിലെ മൂലം നക്ഷത്രം, 2-ാം യാമം. വലതുഭാഗത്ത് കിടാവോടുകൂടിയ പശുവിനെയും കൊണ്ടുവരുന്ന ബ്രാഹ്മണൻ. സൂര്യവംശ രാജാക്കന്മാരുടെ ഭാഗ്യനക്ഷത്രം രോഹിണിയാണെന്നും താപസന്മാരുടെ നല്ല നാൾ മൂലമാണെന്നും എല്ലാവർക്കും അറിയാം. രാക്ഷസന്മാരെ സവംശം ഹനിക്കാനായി വാനര സൈന്യം ഭൂമിയിലും ആകാശത്തിലും നിറഞ്ഞ് മുമ്പോട്ട് നീങ്ങി. എല്ലാവരും സാഗരത്തിൻ്റെ തീരത്ത് ചെന്നു. ഇരിക്കുവാൻ ലതയും ഇലയും സംഘടിപ്പിച്ചു. വാനരന്മാരെല്ലാവരും മണൽ പരപ്പിലിരുന്നു. അതേ സ്ഥാനത്തു തന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഇരുന്നു. ഹരേ കൃഷ്ണ. നികഷ എന്ന വൃദ്ധ രാവണന്റെ മാതാവ്. വരാനിരിക്കുന്ന വലിയ വിപത്തുകളെപ്പറ്റി അവരോർത്തു. അവരുടെ ശരീരം വിറച്ചു. വിഭീഷണനോട് വന്നു പറഞ്ഞു, നീ ധാർമ്മികനും ശുദ്ധമതിയുമാണല്ലോ. രാവണൻ തപസ്സിൻ്റെ ഫലമായാണ് ഇത്രയും സുഖം അനുഭവിക്കുന്നത്. സീതയെ കൊണ്ടുവന്നതുകൊണ്ട് തപസ് ക്ഷയിച്ചു, ദുഃഖം വർദ്ധിച്ചിരിക്കുന്നു. രാക്ഷസ കുലത്തെയെല്ലാം നശിപ്പിക്കുന്നവനുമായിട്ടാണ് കലഹം. ഇത്ര വലിയ ഒരു തെറ്റ് പറ്റാനില്ല. ഇതുപോലുള്ളൊരു സങ്കടം വേറെ ഉണ്ടാകാനുമിടയില്ല. ബോധം നശിച്ച അവനെ പറഞ്ഞു മനസ്സിലാക്കി രാമബാണം കൊണ്ട് ലങ്ക നശിക്കാതിരിക്കാനുള്ള വഴി നോക്ക്. അമ്മയുടെ വാക്കുകേട്ട് വിഭീഷണൻ ഉടൻ തന്നെ പുറപ്പെട്ടു. മന്ത്രിമാരും മിത്രങ്ങളുമൊത്ത് രാവണൻ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. നമസ്കരിച്ചു. അനുഗ്രഹിച്ചിട്ട് ഇരിപ്പിടം നൽകി. വിഭീഷണൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, സഭയിലുള്ള എല്ലാവരും ശ്രദ്ധിച്ചു. വലിയ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഈ സമ്പത്തെല്ലാം. രാമൻ്റെ പ്രതാപത്താൽ ആപത്തുണ്ടാകും. സീതാദേവിയെ ലങ്കാപുരത്തിൽ കൊണ്ടുവന്ന അന്നു മുതൽ ദുസ്സൂചനകൾ കാണുന്നു. നായകൾ ഓരിയിടുന്നതിൻ്റെയും കുറുക്കൻ കൂവുന്നതിൻ്റെയും ശബ്ദം നിമിത്തം ഉറക്കമില്ല. കാളി രൂപത്തിൽ ഒരു വൃദ്ധ ദുശകുനം പോലെ എപ്പോഴും മുമ്പിലുണ്ട്. സന്ധ്യയ്ക്ക് വാതുക്കൽ വന്ന് എത്തി നോക്കുന്നു. പലതരം ദുർനിമിത്തങ്ങൾ എപ്പോഴും കാണുന്നു. ശ്രീരാമചന്ദ്രൻ അതിവിക്രമനും കരുത്തനുമാണ്. ഇത് കേട്ട് രാവണൻ ചോദിച്ചു, എന്തിനാണ് രാമനെ ഇത്ര ഭയപ്പെടുന്നത്? രാമനും സുഗ്രീവനും കുരങ്ങന്മാരും കൂടി എന്തു ചെയ്യും? രാവണൻ അനുജന്റെ വാക്കുകൾ കേട്ടില്ല. ഉപദേശിക്കുവാൻ ദുഷ്ടമന്ത്രിമാരെ വിളിച്ചുകൂട്ടി. രാവണൻ മന്ത്രിമാരോട് ചോദിച്ചു, രാമനെ എങ്ങനെ നേരിടണം? വീരദർപ്പത്തോടെ പ്രഹസ്തൻ പറഞ്ഞു, പർവ്വത ഗുഹകളിലും തടാക തീരങ്ങളിലുമല്ലാതെ ഈ മൃഗങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇരുമ്പുലക്കയുമായി യുദ്ധത്തിനിറങ്ങുന്ന രാക്ഷസന്മാർ വാനരന്മാരുടെ തല തല്ലിപ്പൊളിക്കും. ത്രിശിരസുണ്ട്, ഞാനുണ്ട്. വാനരൻ വന്ന് ലങ്കയ്ക്ക് തീ കൊളുത്തിയതും അമൃതവനം നശിപ്പിച്ചതും നാണക്കേടായിപ്പോയി. അനുവാദം തന്നെങ്കിൽ ഞാൻ യുദ്ധത്തിനിറങ്ങിയേനെ. രാമനും ലക്ഷ്മണനും വരട്ടെ, കാണാമല്ലോ. കുംഭകർണൻ്റെ പുത്രന്മാരായ കുംഭനും നികുംഭനുമുണ്ട്. രണ്ടുപേരും എത്ര ദർപ്പത്തോടെ പോരിനിറങ്ങും. വാളും ശൂലവും കുന്തവുമായി എത്ര നന്നായി അവർ പൊരുതും.
ഈ വിധം പറഞ്ഞ് രാവണനെ അവർ പ്രോത്സാഹിപ്പിച്ചു. ഓരോരുത്തരും പറയുമ്പോൾ വിഭീഷണൻ സഹോദരന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കരുതേ. നല്ല കാര്യം ഞാൻ പറയാം. സീതയെ തിരികെ കൊടുത്താൽ നമുക്ക് പിന്നെ ഒന്നും ഭയപ്പെടാതെ ജീവിക്കാം. സീത ഇവിടെ ഉള്ളിടത്തോളം ജീവൻ അപകടത്തിലാണ്. എന്തിനാണ് ലങ്കാപുരം നശിപ്പിക്കാൻ നോക്കുന്നത്? രാമപത്നിയെ വിട്ടയച്ചേക്കുക. വിഭീഷണൻ ഇങ്ങനെ പറയുമ്പോൾ രാവണൻ അഗ്നി പോലെ ജ്വലിച്ചു പുച്ഛത്തോടെ പറഞ്ഞു, വിഭീഷണ, നീ ജ്യേഷ്ഠൻ, ഞാൻ നിന്റെ അനുജൻ അല്ലേ? നീ വലിയ ധർമ്മിഷ്ഠൻ, ഞാൻ അധാർമികനും. നിന്നോട് ആരാണ് ഉപദേശം ചോദിച്ചത്? കേവലം ഒരു മനുഷ്യനെ ഭയന്ന് നീ സദാ വിറയ്ക്കുന്നത് എന്തിനാണ്? ഇതുകേട്ട് വിഭീഷണൻ വീണ്ടും ഉപദേശിച്ചു, രാക്ഷസ രാജാവേ, അങ്ങയുടെ ജ്ഞാനബലത്തിന് യോജിച്ച വാക്കുകളാണ് ഞാൻ പറഞ്ഞതൊക്കെ. അന്ധന് രക്തം തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ അജ്ഞാതന്മാർ നേരിട്ട് കണ്ടാലും ഈശ്വരനെ തിരിച്ചറിയുകയില്ല. കണ്ണു തുറന്നാലും സൂര്യനെ കാണില്ല. ജ്യേഷ്ഠന്റെ കുറ്റമായി പറയുന്നതല്ല ഞാൻ ഇതൊന്നും. സ്വയം നശിക്കരുത്. സീത എന്ന കാളസർപ്പത്തെയാണ് അങ്ങിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിവിടെ ഇരുന്നാൽ സൈന്യത്തോടൊപ്പം നമ്മൾ എല്ലാവരും യമപുരിയിലെത്തും. ഇത്ര സുന്ദരമായ രാജ്യം, വിപുലമായ സമ്പത്ത്, സ്വന്തം ദോഷം കൊണ്ട് ഇതൊക്കെ നശിപ്പിക്കണം. വളരെ കാലം തപസ്സു ചെയ്താണ് ഈ രാജ്യം നേടിയത്. കുറച്ചു കാലത്തെ ദ്രോഹം കൊണ്ട് ഇതൊക്കെ നശിപ്പിക്കുന്നത് അന്യായമാണ്. എന്താണ് ചീത്തവാക്കുകൾ മാത്രം പറയുന്നത്? ജ്യേഷ്ഠന് നന്മ വരാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ദയവു ചെയ്ത് ഇതൊന്ന് കേൾക്കൂ. ശ്രീരാമൻ ധാർമ്മികനാണെന്ന് ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. ഒരാന തോട്ടത്തിൽ കടന്നു എല്ലാം നശിപ്പിക്കുകയും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇഷ്ടം പോലെ തിന്നാമല്ലോ എന്ന് കരുതി വീട്ടിൽ വളർത്തുന്ന ആനയും അക്കൂടെ കൂടുന്നു. തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി ആനയെ ബന്ധിക്കാതെ പറ്റില്ല. മതയാനയുടെ കൂടെ കൂടിയതുകൊണ്ട് വളർത്തുന്ന ആനയ്ക്കും ദ്രോഹമേ വന്നുള്ളൂ. ആ ആനയെയും ആളുകൾ പിടിച്ചുകെട്ടി. ദുഷ്ടരുടെ കൂടെ നിന്നാൽ ശിഷ്ടർക്കും ആപത്തുണ്ടാകും. അതുപോലെ ജ്യേഷ്ഠൻ നിമിത്തം ലങ്കാനിവാസികൾക്കൊക്കെ ദുഃഖം സഹിക്കേണ്ടി വരും. വിഭീഷണൻ ഇത്രയും പറഞ്ഞപ്പോൾ രാവണൻ കോപത്താൽ പല്ലു കടിച്ചുകൊണ്ട് ഭീകരമായി ഗർജിച്ചു, ഇതെന്ത് വിഭീഷണ? കാലൻ നിന്റെ തലമുടിയിൽ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 14 ചതുർയുഗമായി ഈ ജന്മം ഇത്രയും ദുർവചനങ്ങൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇന്ദ്രാദികളോടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അവരും ഇങ്ങനെ ചീത്തവാക്കുകൾ പറഞ്ഞിട്ടില്ല. നിസ്സാരനായ നീ ഇത്രയൊക്കെ പറഞ്ഞുവല്ലോ. ഇതിൻ്റെ ഫലവും നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയാനകമായ വാള് മോങ്ങിക്കൊണ്ട് താഴത്തേക്ക് ചാടി. ലങ്ക വിറച്ചു. ഭൂമിയൊന്ന് കുലുങ്ങി. രാക്ഷസന്മാർ നടുങ്ങി. മുമ്പോട്ട് നീങ്ങി വിഭീഷണന്റെ മാറിടത്തിൽ ചവിട്ടി. വിഭീഷണൻ മോഹാലസ്യപ്പെട്ടു. വെട്ടിയിട്ട മരം പോലെ താഴെ വീണു. അത് കണ്ട് രാക്ഷസന്മാരെല്ലാവരും ആർത്തു വിളിച്ചു. ഇത് കണ്ട ദേവേന്ദ്രനും ദേവന്മാരും തമ്മിൽ തമ്മിൽ പറഞ്ഞു, രാവണൻ ഇതോടെ നശിച്ചു. വിഭീഷണന്റെ മാറിടത്തിൽ രാവണൻ പാദാഘാതം ചെയ്തു. രാമൻ ഭക്തരെ അപമാനിച്ചത് ഒട്ടും സഹിക്കില്ല. തന്നെ അപമാനിച്ചാൽ ഒരുപക്ഷെ സഹിച്ചേക്കും. പ്രഹസ്തൻ രാവണനെ പിടിച്ചു നിർത്തി സ്വാന്തനപ്പെടുത്തി. കയ്യിൽ നിന്നും വാള് പിടിച്ചു മേടിച്ച് ഉറയിലിട്ടു മറ്റൊരിടത്തേക്ക് കൊണ്ടുചെന്ന് വെച്ചു. വിഭീഷണനെ മന്ത്രിമാർ 4 പേരും കൂടി എടുത്ത് പീഠത്തിലിരുത്തി. സഭയാകെ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അല്പം ആലോചിച്ചിട്ട് വിഭീഷണൻ വീണ്ടും പറഞ്ഞു, മഹാരാജാവേ, ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒരു വേദനയുമില്ല. ഒരു പ്രാവശ്യം കൂടി ജ്യേഷ്ഠനെ കാണാനുള്ള മോഹം കൊണ്ടുവന്നു. രാക്ഷസവംശം ഈ പ്രവൃത്തി കൊണ്ട് നശിക്കും. ഇത് കേട്ട് ലങ്കാപതി വീണ്ടും കൽപ്പിച്ചു, മനസ്സിലായി വിഭീഷണ, നിന്നെ എനിക്ക് നന്നായി മനസ്സിലായി. ഇനി നീ ഈ രാജ്യം തന്നെ വിട്ടുപോയിക്കൊള്ളണം. എൻ്റെ മുമ്പിൽ ഒരിക്കൽ പോലും വന്നു പോകരുത്. അപ്പോൾ വിഭീഷണൻ വീണ്ടും പറഞ്ഞു, ജ്യേഷ്ഠ, കത്തുന്ന വീട്ടിൽ നിന്നും ബുദ്ധിയുള്ളവൻ ഇറങ്ങിയോടും. അതുപോലെ അങ്ങയുടെ ഇളയ സഹോദരൻ വളരെ വേദനയോടെ അങ്ങയെ വെടിഞ്ഞു പോവുകയാണ്. ജ്യേഷ്ഠനായതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചു. വേറെ ആരെങ്കിലുമാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം കണ്ടേനെ. രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ഉപാധി പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ശിക്ഷയ്ക്ക് പാത്രമായത്. അങ്ങയുടെ പാദങ്ങൾ വെടിഞ്ഞ് രാമൻ്റെ പാദങ്ങൾ ഞാൻ ശരണമായി സ്വീകരിക്കുന്നു. രാവണ, ഒന്നുകൂടി പറയുന്നു, മരിക്കുന്ന സമയം ഞാൻ പറഞ്ഞതോർക്കുക. ബന്ധുക്കളെ, സന്മനസ്സുള്ളവരും ജീവൻ രക്ഷിക്കണമെന്നുള്ളവരും
എന്നോടൊപ്പം രാമപാദങ്ങൾ സേവിക്കാനായി പോരുക. ഇപ്രകാരം പറഞ്ഞിട്ട് രാവണസന്നിധി വെടിഞ്ഞു. വിഭീഷണൻ ആകാശത്തിലേക്ക് ഉയർന്നു. അത് കണ്ട് മന്ത്രിമാർ 4 പേരും അദ്ദേഹത്തെ പിന്തുടർന്നു. അനലൻ, ഭീമൻ, സമ്പാതി ഈ 4 മന്ത്രിമാരും മാലിയുടെ പുത്രന്മാരായിരുന്നു. അവരോടൊത്ത് വിഭീഷണൻ അമ്മയുടെ അടുത്ത് ചെന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞു. അമ്മയെ നമസ്കരിച്ചു വിടവാങ്ങി സ്വഭവനത്തിലെത്തി. പത്നി സരമയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയേ, ഞാൻ രാമചന്ദ്രനെ ശരണം പ്രാപിക്കാനായി പുറപ്പെട്ടു. നീ താൽപ്പര്യപൂർവ്വം സീതാദേവിയെ നിരന്തരം ശുശ്രൂഷിക്കണം. ദേവി നിന്നെ അനുഗ്രഹിച്ചാൽ രാമൻ എന്നെ അംഗീകരിക്കും. എല്ലാം സമ്മതിച്ചുകൊണ്ട് സുശീലയായ സരമ വിഭീഷണന് യാത്രാ അനുവാദം നൽകി. വിഭീഷണൻ തൻ്റെ അസ്ത്രശസ്ത്രങ്ങളും എടുത്ത് 4 മന്ത്രിമാരോടൊപ്പം പുറപ്പെട്ടു. ഹരേ കൃഷ്ണ. ലങ്ക വെടിഞ്ഞ് ആകാശമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വിഭീഷണൻ മന്ത്രിമാരോട് പറഞ്ഞു, വിപത്ത് ആസന്നമായ സമയത്താണ് ഞാൻ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ചത്. രാമൻ്റെ സമീപത്തേക്ക് പോയാൽ ദുഷ്കീർത്തി ഉണ്ടാകും. അതിനാൽ ഇപ്പോൾ പോകുന്നില്ല. രാവണൻ നശിച്ചു കഴിഞ്ഞ് ചെല്ലാം. അതുവരെ ഏതെങ്കിലും വിജനമായ കാനനത്തിൽ രാമപാദങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കഴിയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞെങ്കിലും സ്വന്തം മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. രാമപാദങ്ങളെ സേവിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ തുടിച്ചുകൊണ്ടേയിരുന്നു. അടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മന്ത്രിമാരെ, എന്താണ് ഉചിതമെന്ന് ആലോചിക്കൂ. അവർ പറഞ്ഞു, അങ്ങയുടെ ജ്യേഷ്ഠനായ ധനപതി കുബേരനുണ്ടല്ലോ, കുബേരൻ്റെ അടുത്തേക്ക് ചെല്ലാം. അദ്ദേഹം പരമവിജ്ഞാനിയും സുശീലനും ശുദ്ധമതിയുമാണ്. ശംഭുദേവൻ അദ്ദേഹത്തിൻ്റെ സഖിയാണ്. അദ്ദേഹത്തോടു കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം. ഈ കാര്യമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മന്ത്രിമാരുടെ വാക്ക് കേട്ടപ്പോൾ വിഭീഷണന് സന്തോഷമായി. ആകാശമാർഗത്തിലൂടെ വിഭീഷണൻ കൈലാസത്തിലെത്തി. ഈ സമയത്ത് കൈലാസത്തിൽ മഹാദേവൻ ദേവിയോട് പറയുകയായിരുന്നു, കേൾക്കൂ പ്രിയേ, രാവണൻ്റെ അനുജനായ വിഭീഷണൻ നമ്മുടെ സഖാവായ കുബേരൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. സീതയെ തിരികെ കൊടുത്ത് രാമനോട് മൈത്രി പുലർത്തണമെന്ന് വിഭീഷണൻ രാവണനോട് പലതവണ പറഞ്ഞു. രാജാവ് അത് കേട്ട് അനുജനെ അപമാനിച്ചു. അതുകൊണ്ട് ലങ്ക വെടിഞ്ഞു. ശ്രീരാമനെ ആശ്രയിക്കാൻ പുറപ്പെട്ടെങ്കിലും പല സംശയങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടു. എൻ്റെ പ്രിയ സുഹൃത്ത് കുബേരൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ സംശയം തീർന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരും. വിഭീഷണനെ രാമൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. ആരെങ്കിലും രാമചന്ദ്രനെ ആശ്രയിക്കുന്നത് കണ്ടാൽ എനിക്ക് പരമമായ ആനന്ദം ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ മഹാദേവൻ ശ്രീ പാർവതിയോട് പറയുകയാണ്, ആ വാചകം നിങ്ങൾ ശ്രദ്ധിക്കൂ, ആരെങ്കിലും രാമചന്ദ്രനെ ആശ്രയിക്കുന്നത് കണ്ടാൽ എനിക്ക് പരമമായ ആനന്ദം ഉണ്ടാകും. ഇവിടെ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ആ ശ്രീരാമചന്ദ്രനെ പറ്റിയിട്ടാണ് മഹാദേവൻ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ മഹാദേവനെ പ്രാർത്ഥിക്കുകയില്ല, അതല്ലെങ്കിൽ ഏകാദശി എടുക്കുന്നവർ പ്രദോഷം എടുക്കുകയില്ല. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. ഏകാദശി എടുത്തിട്ട് പ്രദോഷം എടുക്കാൻ പാടുണ്ടോ എന്ന ഒരു ചോദ്യം പലരും ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ചോദിച്ചവർക്കൊക്കെ വ്യക്തമായ രീതിയിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞിരുന്നു. നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, മനുഷ്യർക്കാണ് ഇങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ ഉള്ളത്. പക്ഷേ ദേവന്മാർക്ക് അങ്ങനെയൊന്നുമില്ല. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മഹാദേവനെ ആയാലും മഹാവിഷ്ണുവിനെ ആയാലും ആരെ പ്രാർത്ഥിച്ചാലും
എല്ലാം ഒന്നു തന്നെയെന്ന് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുക. പല രൂപത്തിൽ പല ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൃത്യമായി ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ ദേവന്മാർ അവതരിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ. അങ്ങനെ മഹാദേവൻ ശ്രീ പാർവതിയോട് പറയുകയാണ്, വിഭീഷണൻ്റെ എല്ലാ സംശയങ്ങളും പരിഹരിച്ച് കൊടുക്കണം. മഹാദേവൻ ഉടൻ തന്നെ നന്ദികേശനോട് പറഞ്ഞു, ഋഷഭത്തെ ഒരുക്കി നിർത്തുക. നന്ദി ഉടനെ തന്നെ ഋഷഭത്തെ ഒരുക്കി മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി. ദേവനും ദേവിയും ഋഷഭത്തിൻ്റെ മേൽ കയറി. പരിചാരകന്മാരും പരിവാരങ്ങളുമൊത്ത് സഖാവായ കുബേരൻ്റെ സന്നിധിയിലെത്തി. അകലെ നിന്നു തന്നെ മഹാദേവനെ കണ്ട ധനപതി എഴുന്നേറ്റു വന്നു സ്വീകരിച്ചു. പശുപതി ഋഷഭത്തിനുമേൽ നിന്നിറങ്ങി കുബേരനെ ആലിംഗനം ചെയ്തു. പരസ്പരം സ്നേഹപൂർവം പിടിച്ചു. ഭദ്രപീഠങ്ങളിൽ ഇരുത്തി. ശിവയും ശിവഭൃത്യഗണവും ഉചിതമായ സ്ഥാനങ്ങളിൽ ഇരുന്നു. ഈ സമയത്താണ് വിഭീഷണനും 4 മന്ത്രിമാരും അവിടെ വന്ന് ഇറങ്ങിയത്. വിഭീഷണൻ കുബേരൻ്റെ സദസ്സിലേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ വിഭീഷണനെ കണ്ട പശുപതി കുബേരനോട് പറഞ്ഞു, നോക്കൂ, രാവണൻ്റെ അനുജനായ വിഭീഷണൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അവൻ രാവണനോട് സീതയെ രാമന് കൊടുത്ത് മൈത്രി സ്ഥാപിക്കാൻ പറഞ്ഞു. അത് കേൾക്കാതെ രാവണൻ അപമാനിച്ചു. അതിനെ ചൊല്ലി ലങ്ക വെടിഞ്ഞു. രാമനെ ആശ്രയിക്കാനാണ് ആഗ്രഹം, എന്നാൽ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അത് ചോദിക്കാനാണ് വരുന്നത്. വിഭീഷണനെ രാമസന്നിധിയിലേക്ക് അയക്കണം. അവൻ ലങ്കയിൽ നിന്ന് പോയാൽ ശ്രീരാമചന്ദ്രന് പല ഉപകാരങ്ങളുമുണ്ട്. ചെന്നാൽ ഉടൻ തന്നെ രാമൻ സ്വീകരിക്കും, ലങ്കാരാജാവായി വാഴിക്കുകയും ചെയ്യും. വിഭീഷണൻ തന്നെ നോക്കിക്കൊണ്ട് വരുന്നത് കുബേരൻ കണ്ടു. വിഭീഷണൻ മന്ത്രിമാരോട് പറഞ്ഞു, ഇതെന്തു മഹാഭാഗ്യം! സഭയിൽ സാക്ഷാൽ മൃത്യുഞ്ജയൻ എഴുന്നള്ളിയിരിക്കുന്നു. ദേവന്മാർ കാണാൻ കൊതിക്കുന്ന, യോഗിമാർ ധ്യാനിക്കുന്ന, മുനിമാർ പരമാർത്ഥമറിയാൻ ആശ്രയിക്കുന്ന ആ തൃപ്പാദങ്ങൾ കാണാൻ കഴിഞ്ഞല്ലോ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിഭീഷണൻ മഹാദേവന്റെയും ധനപതിയുടെയും തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. ധനപതി അനുജനെ ആലിംഗനം ചെയ്തിട്ട് പീഠത്തിലിരുത്തിക്കൊണ്ട് ചോദിച്ചു, യാത്ര സുഖമായിരുന്നില്ലേ? ബന്ധുക്കൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താണ് മുഖം വാടിയിരിക്കുന്നത്? എന്താണ് ചിന്താകുലനായി ഇരിക്കുന്നത്? വിഭീഷണൻ പറഞ്ഞു, സുഖമായി യാത്ര ചെയ്തു. ബന്ധുക്കൾ ഇപ്പോൾ സുരക്ഷിതരാണ്. എങ്കിലും ഒരു ദുഃഖമുണ്ട്. അതു നിമിത്തമാണ് ഇങ്ങനെ പെട്ടെന്ന് വന്നത്. ജ്യേഷ്ഠൻ രാവണന്റെ പത്നിയെ അപഹരിച്ച് ലങ്കാപുരത്തിൽ കൊണ്ടുവന്നു. രാമദൂതനായി സീതയെ തേടി വന്ന ഹനുമാൻ ലങ്കാപുരം ചുട്ടുപൊട്ടിച്ചു. ഇപ്പോൾ വാനരസംഘം രാമനെയും കൊണ്ട് ലങ്കാസമുദ്രത്തിൻ്റെ ഉത്തരതീരത്ത് വന്നിട്ടുണ്ട്. അതറിഞ്ഞു ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, സീതയെ രാമചന്ദ്രന് തിരിച്ചു കൊടുക്കണമെന്ന്. അത് കേൾക്കാതെ എന്നെ അപമാനിച്ചു. തന്നിമിത്തം ലങ്ക വെടിഞ്ഞു പോന്നിരിക്കുകയാണ് ഞാൻ. എന്താണ് ഞാനിനി ചെയ്യേണ്ടത്? ഉപദേശിക്കണം. ധനപതി ഇത് കേട്ട് വിഭീഷണനോട് പറഞ്ഞു, അനുജാ, ഇതെനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നിന്റെ മുഖത്തു നിന്ന് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഇപ്പോൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ രാമലക്ഷ്മണ സുഗ്രീവന്മാർ ഉള്ളിടത്തേക്ക് ചെല്ലുക എന്നതാണ്. രാമൻ രാവണനെയും അനുയായികളെയുമെല്ലാം നശിപ്പിച്ചിട്ട് നിന്നെ ലങ്കാധിപതിയാക്കും. രാജ്യം നിനക്ക് നൽകിയിട്ട് സ്വദേശത്തേക്ക് മടങ്ങും. അതുകൊണ്ട് സംശയമെല്ലാം വെടിഞ്ഞ് ശ്രീരാമപാദത്തിന് സമീപത്തേക്ക് ചെല്ലുക. എല്ലാ ഭയവും രാമനെ കാണുമ്പോൾ തീരും. രാവണ നിഗ്രഹത്താൽ 3 ലോകങ്ങളും സന്തോഷിക്കും. അത്രയ്ക്ക് അധാർമികനാണ് രാവണൻ. ദേവന്മാർ പ്രസാദിക്കും, ഋഷിമാർ അനുഗ്രഹിക്കും. നിന്റെ യശസ് ലോകം പാടിപ്പുകഴ്ത്തും. രാമഭക്ത വിഭീഷണൻ സദാ രാമദാസനായിരിക്കും. കുബേരനിൽ നിന്നും ഇത്രയും കേട്ട വിഭീഷണൻ ചിന്തയിൽ മുഴുകി. അതുകൊണ്ട് പരമദയാലുവായ ശൂലപാണി പറഞ്ഞു, വിഭീഷണ, എന്താണ് ഇനിയും ആലോചിക്കുന്നത്? ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. വേഗം തന്നെ രാമസവിധത്തിലേക്ക് ചെല്ലുക.
തന്നെയും പ്രപഞ്ചത്തെയും രക്ഷിക്കുക. മഹാദേവന്റെ വാക്കുകേട്ട് വിഭീഷണൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നൽകിയ ഉപദേശം ആർക്കാണ് ലംഘിക്കാൻ കഴിയുക? ഗൃഹം, ധനം, ബന്ധുക്കൾ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ലങ്ക വിട്ടിറങ്ങിയത് രാമനെ ആശ്രയിക്കാനാണ്. എന്നാൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാനിപ്പോൾ രാമൻ്റെ അടുത്തേക്ക് പോയാൽ ലോകം നിന്ദിക്കാം. രാവണൻ്റെ ആപത്ത് കാലത്ത് ഞാൻ ഉപേക്ഷിച്ചു പോയി എന്ന് പറയും. രാമൻ എനിക്ക് രാജ്യം തന്നാൽ 3 ലോകവും പറയും രാജ്യം കൊതിച്ച് വിഭീഷണൻ അകാരണമായി ജ്യേഷ്ഠനെ വെടിഞ്ഞുപോയി എന്ന്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇനി അവിടുന്ന് ആജ്ഞാപിക്കുന്നത് പോലെ ചെയ്യാം. വിഭീഷണൻ ഇത്രയും പറഞ്ഞപ്പോൾ മഹാദേവൻ പൊട്ടിച്ചിരിച്ചു. ഇതെന്താണ് വിഭീഷണ ഈ പറയുന്നത്? ഇങ്ങനെയൊരു സംശയമുണ്ടായത് അത്ഭുതം. ആരെ ആശ്രയിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്? ആ പുണ്യാത്മാവിനെ ആശ്രയിക്കാൻ സമയനിർണയത്തിൻ്റെ പ്രശ്നമേ ഇല്ല. രാമൻ മനുഷ്യനാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ സംശയം. രഘുപതി പരമാത്മാവ് നാരായണൻ തന്നെ. ആ നാരായണനെയാണ് ബ്രഹ്മാവ് പോലും ഉപാസിക്കുന്നത്. ഭക്തന്മാർക്ക് സുഖം നൽകുവാനും ദുഃഖം നശിപ്പിക്കുവാനും അദ്ദേഹത്തെ ഭജിക്കുന്നതിന് ഇന്ന സമയം എന്നൊന്നും കണക്കില്ല. ഒരുവൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഭക്തനായി കഴിയും. നീയാണെങ്കിൽ ബന്ധുക്കളെ വെടിഞ്ഞ് രാമൻ്റെ അടുത്തെത്താൻ മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ സംശയിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ ധ്യാനിക്കുകയും മനോരഥത്തിൽ കാണുകയും ചെയ്യുന്ന ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഭാഗ്യം കൊണ്ടാണ് അവിടുത്തെ നിനക്ക് നേത്രപഥത്തിൽ ലഭിക്കാൻ പോകുന്നത്. മറ്റൊന്നും ചിന്തിച്ച് ഇപ്പോൾ സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് രാമപാദത്തിൽ അഭയം തേടുക. നിന്റെ ജന്മം അതോടുകൂടി സാഫല്യമാകും. മഹേശ്വരൻ്റെ മുഖത്തുനിന്ന് ഇത്രയും വാക്കുകൾ കേട്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഗദ്ഗദത്തോടെ വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് സകല സംശയങ്ങളും തീർന്നിരിക്കുന്നു. കൃതാർത്ഥനായി. ആജ്ഞ തന്നാലും ഇപ്പോൾ തന്നെ രാമനെ കാണാൻ പുറപ്പെടുകയായി. മഹേശ്വരൻ ആജ്ഞ നൽകി. ഭക്തിയോടെ പലവട്ടം കൈലാസനാഥനെ പ്രദക്ഷിണം ചെയ്തിട്ട് വിഭീഷണനും മന്ത്രിമാരും പുറപ്പെട്ടു. അങ്ങനെ അവർ ശ്രീരാമസന്നിധിയിലെത്തി. സാഗരതീരത്ത് തമ്പടിച്ചിരിക്കുന്ന വാനരന്മാർ വിഭീഷണനെ കണ്ട് രാവണൻ രാവണൻ കൊല്ലു കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് മരക്കമ്പുകളും കല്ലുകളും എടുത്ത് ആക്രമിക്കാൻ മുതിർന്നു. വിഭീഷണൻ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിഭീഷണനാണ്, രാമപാദങ്ങളിൽ ശരണം തേടി വന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ദൂതന്മാർ വിഭീഷണൻ പറഞ്ഞ കാര്യം അറിയിച്ചു. മന്ത്രിമാർ കൂടി ആലോചിച്ചു. സുഗ്രീവൻ പറഞ്ഞു, വേണ്ട, കൂടെ കൂടിയിട്ട് എതിരായി പ്രവർത്തിച്ചാലോ. ആ സമയത്ത് ഹനുമാൻ അവിടേക്ക് വന്നു. ഈ വിഭീഷണനാണ് എനിക്ക് ജീവൻ തന്നത്. വിഭീഷണന് രാമനുമായി മിത്രത ഇപ്പോൾ തന്നെയുണ്ട്. വിഭീഷണന്റെ സഹായത്തോടെ രാവണനെ വധിക്കാം. ശ്രീരാമൻ തീരുമാനം പറഞ്ഞു. മഹാമതി സുഗ്രീവ, വിഭീഷണനെ അന്യനായി കണക്കാക്കണ്ട. ആരും അവരവരുടെ ദോഷങ്ങൾ കാണുന്നില്ല. മൈത്രിയുടെ ശാസ്ത്രം നിങ്ങളെക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ട് വിഭീഷണനെ സംശയിക്കണ്ട. വാനരന്മാർ രാമന്റെ ആജ്ഞയനുസരിച്ച് വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവന്നു. സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു. രണ്ടുപേരും കൂടി രാമന്റെ അടുത്തെത്തി. വിഭീഷണൻ രാമനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, രാവണന്റെ അനുജനായ വിഭീഷണനാണ് ഞാൻ. അതുകേട്ട് എല്ലാം അറിയുന്ന രഘുപതി ചിരിച്ചു. അതിനുശേഷം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, വിഭീഷണനെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. സേനാപതിമാർ ചെന്ന് സാരംഗജലം കൊണ്ടുവരൂ. ഇപ്പോൾ തന്നെ വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യാം. ശ്രീരാമൻ്റെ ആജ്ഞ ശിലരേഖയാണ്, ആരും ലംഘിക്കയില്ല. അപ്പോൾ തന്നെ അഭിഷേകം നടന്നു. ചെങ്കോലും കുടയും നൽകി വിളംബരം ചെയ്തു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഭാഗമായി വായിക്കാം.